ഫലസ്തീൻ ജനതയ്ക്കുമേൽ ഇസ്രായേൽ നടത്തിവരുന്ന സമാനതകളില്ലാത്ത ഭീകര നരഹത്യക്കെതിരെ ലോകമെമ്പാടും പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യത്തിൽ വോയിസ് ഓഫ് മണ്ണാർക്കാടും അതിന്റെ ധാർമ്മികത ഉയർത്തിക്കാട്ടി ഫലസ്തീൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സയനിസ്റ്റ് ക്രൂരതയ്ക്കെതിരെ ഒരു പ്രതിഷേധ സംഗമം ഒരുക്കി സംഘടിപ്പിക്കുന്നു. മണ്ണാർക്കാട് കോടതിപ്പടി പെട്രോൾ പമ്പിന് മുൻവശത്തായി സംഘടിപ്പിച്ച പരിപാടിയിൽ മണ്ണാർക്കാടുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അടക്കമുള്ള നിരവധി വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു. ചടങ്ങ് KPS പയ്യനടം ഉദ്ഘാടനം ചെയ്തു. റാലികളും പ്രതിഷേധ സംഗമങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള നിരവധി മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന വോയിസ് ഓഫ് മണ്ണാർക്കാട് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഇവിടെ ഒരു ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഫലസ്തീൻ വിഷയം ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രതിഷേധ യോഗങ്ങൾ, അതുപോലെയുള്ള സമാധാന റാലികൾ, ഇത് നടക്കുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളെന്താണ് ഈ ഫലസ്തീനിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ റാലികളും സംഗമങ്ങളും നടത്തുന്നത്? ലോകത്തിൽ വേറെയും എത്രയോ സ്ഥലങ്ങളിൽ മനുഷ്യക്കുരുതി നടക്കുന്നുണ്ട്, യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. അവിടെയൊന്നും അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ അങ്ങനെ ഉത്കണ്ഠാകുലരല്ല. എന്തുകൊണ്ടാണ് ഈ ഫലസ്തീൻ നിങ്ങളിങ്ങനെ ഒരു വിഷയമായിട്ട് എടുക്കുന്നത്? അത് ചോദിക്കുന്ന ആളുകൾ കാണാതെ പോകുന്നൊരു കാര്യം, ഫലസ്തീൻ ഇസ്രായേൽ തമ്മിലുള്ള യുദ്ധവും ഇപ്പോൾ 2021 നടക്കുന്നതല്ല, 2025 നടക്കുന്നതല്ല. 1948 ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 67 വീണ്ടും യുദ്ധം ഉണ്ടായിട്ടുണ്ട്. 73 യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ ഏറ്റുമുട്ടലുകൾ ആഭ്യന്തരമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും തന്നെ ലോകം ഇത്രയേറെ ഉത്കണ്ഠയോടുകൂടി ഫലസ്തീൻ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് ലോകത്തിന്റെ നിരവധിയായ രാജ്യങ്ങളിൽ ഇപ്പോൾ ഫലസ്തീൻ വിഷയം ഒരു വലിയ ചർച്ചാ വിഷയമായി മാറിയത് എന്ന്, എന്തുകൊണ്ട് നിങ്ങൾ ഫലസ്തീനെ കുറിച്ച് മാത്രം രോഷം കൊള്ളുന്നു, സങ്കടപ്പെടുന്നു എന്ന് ചോദിക്കുന്നവർ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫലസ്തീനോടുള്ള സമീപനത്തിൽ പല യൂറോപ്യൻ രാജ്യങ്ങളും വാസ്തവത്തിൽ ഇസ്രായേൽ അനുകൂലമായ നിലപാട് എടുത്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് നോക്കൂ, ഇന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ സമ്മേളനത്തിൽ ഫലസ്തീനിന്റെ പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ എത്രയോ രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോവുക. അത് മണ്ണാർക്കാട്ടെ കുറച്ച് ആളുകളൊന്നും അല്ലല്ലോ, ഇത് കേരളത്തിലെ കുറച്ച് ആളുകളല്ലല്ലോ. കേരളത്തിലാണ് കുറെ റാലികളൊക്കെ നടക്കുമ്പോൾ ആളുകൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രോഷം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഐക്യരാഷ്ട്ര സംഘടനയുടെ അസംബ്ലിയിൽ നിന്ന് നെതന്യാഹുവിനെ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് കൂവി വിളിച്ചുകൊണ്ട് ആളുകൾ ഇറങ്ങിപ്പോവുകയാണ്. ഇത് കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരല്ല. യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കുകയും ഫലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല ഇപ്പോഴും ഐക്യരാഷ്ട്ര സംഘടന. പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വയം മുന്നോട്ട് വന്ന് അംഗീകരിക്കുന്നു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ നടക്കുന്നു. അങ്ങനെയാണ് ഗ്രേറ്റ തുംബർഗിന്റെ നേതൃത്വത്തിൽ അവർ വലിയ പോരാളിയാണ്, മനുഷ്യസ്നേഹപരമായ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ആളാണ്. നിരവധി കപ്പലുകളിൽ ഭക്ഷ്യസാധനങ്ങളുമായിട്ട് അങ്ങോട്ട് നീങ്ങുന്നു. അവരെ പിടിച്ചു വയ്ക്കുന്നു, തടവിലാക്കുന്നു. അവിടെ ഇരുന്നും അവർ ഫലസ്തീന് വേണ്ടി പാടിക്കൊണ്ടിരിക്കുകയും. അപ്പൊ കേരളത്തിലെ കുറച്ച് ആളുകൾ മാത്രമാണോ ഫലസ്തീന് വേണ്ടി സംസാരിക്കുകയും കരയുകയും ചെയ്യുന്നത്? രമേശ് പൂർണിമ, KV അമീർ, സദക്കത്തുള്ള പടലത്ത്, രാധാകൃഷ്ണൻ, ഗഫൂർ, സുധാകരൻ തുടങ്ങിയവർ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തു.